നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. തമിഴ്നാട്ടിൽ ഒരു സിനിമ പ്രമോഷനിടയിൽ നടി ഗൗരി കിഷനെ ഒരു മാധ്യമ പ്രവർത്തകൻ ബോഡി ഷെയ്മിങ് ചെയ്തു. അതിനെതിരെ നടി അതിശക്തമായി തന്നെ പ്രതികരിച്ചു. അത് വലിയ രീതിയിൽ കേരളത്തിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറയാനുള്ള ഒരു കാര്യം, ഇവിടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ബോഡി ഷെയ്മിങ് നടത്തിയാൽ ആഹാ, തമിഴ്നാട്ടിൽ ഒരു നടിയെ ആരെങ്കിലും ബോഡി ഷെയ്മിങ് നടത്തിയ ഓഹോ എന്നുള്ള ഒരു രീതി ഈ ഒരു വാർത്തയ്ക്ക് പിന്നിലുണ്ട്. അതെന്താണ് എന്ന് ഞാൻ പറയാം. അതിന്റെ മുമ്പായിട്ട് എന്തായിരുന്നു ഈ മാധ്യമ പ്രവർത്തകന്റെ ബോഡി ഷെയ്മിങ് എന്നുള്ളതാണ്. അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അയാൾ പറഞ്ഞ കാര്യം, ഈ നടിയുടെ ഭാരം എത്രയാണ് എന്ന് നടനോട് ചോദിച്ചു. ഇതിൽ പ്രധാന വേഷം ചെയ്യുന്ന നടനായ ആദിത്യ മാധവനോട് ഈ മാധ്യമ പ്രവർത്തകൻ ചോദിക്കുകയാണ്, എത്രയായിരുന്നു ഇവരുടെ വെയിറ്റ്, ഇവർക്ക് വെയിറ്റ് ഉണ്ടായിരുന്നോ എന്ന്. അത് ചോദിക്കാനുണ്ടായ കാരണം, ആ സിനിമയിൽ ഈ നടൻ ഈ നടിയെ എടുത്തു പൊക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ചോദിച്ചത്. അതത്ര വലിയ ബോഡി ഷെയ്മിങ് ആയിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നോർമലി എനിക്കതൊരു ബോഡി ഷെയ്മിങ് ആയിട്ട് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ സിനിമയിൽ എല്ലാ നടന്മാരും നടികളെ എടുത്ത് പൊക്കി നടക്കുന്ന എത്രയോ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഷാരൂഖ് ഖാൻ ദീപിക പദുക്കോണിനെ എടുത്ത് പടികൾ ചവിട്ടിപ്പോകുന്ന ദൃശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ദീപിക പദുക്കോൺ ഷാരൂഖ് ഖാനെയോ അമീർ ഖാനെയോ അഭിഷേക് ബച്ചനെയോ എടുത്ത് നടക്കുന്ന ഒരു സീൻ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ നടിയോട് സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകർ ചോദിക്കും, ആ നടന് ആ സമയത്ത് വെയിറ്റ് ഉണ്ടായിരുന്നോ, നിങ്ങൾ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്തു എന്നുള്ളൊരു ചോദ്യം നോർമൽ ചോദ്യമാണ്. അതിനത്ര ബോഡി ഷേമിംഗ് ആയി കാണാൻ കഴിയില്ല. പക്ഷേ അതാണ് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ കൂടുതൽ ആയി ഉയർത്തിപ്പിടിച്ച് പറയുന്ന ഒരു കാര്യം. എന്നാൽ മറിച്ച് അവിടെ നടന്ന ഏറ്റവും വലിയ ബോഡി ഷെയ്മിംഗ് ആയിട്ട് ഈ നടി തന്നെ പറയുന്നത്, ഈ സിനിമയിൽ ഉയരം കൂടിയ ഒരു നടനാണ് നായകൻ. എന്തുകൊണ്ടാണ് സംവിധായകൻ ഉയരം കുറഞ്ഞ ഒരു നടിയായ ഒരു കുള്ളത്തിയെ ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്തത് എന്നതാണ്. ഈ ചോദ്യമാണ് നടിയെ ശരിക്കും ചൊടിപ്പിച്ചത്. തീർച്ചയായിട്ടും ആ ചോദിച്ച ആളുടെ കാരണം നോക്കി പൊട്ടിക്കുകയാണ് വേണ്ടത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അത് തീർച്ചയായിട്ടും ബോഡി ഷേമിങ്ങിനേക്കാൾ ഉപരി അവിടെ അയാൾ അധിക്ഷേപിച്ചത് ആ സംവിധായകനെയും കൂടിയാണ്. ഒരാളുടെ ക്രിയേറ്റിവിറ്റിയിൽ അയാൾ എങ്ങനെയാണ് ഒരാളെ തെരഞ്ഞെടുക്കുന്നത് എന്നും അവരെങ്ങനെ നടക്കണം, അവരെ ഏത് രീതിയിൽ പെർഫോം ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഈ സംവിധായകനാണ്. അപ്പോ അവിടെ ചെന്നിട്ട് അയാളെ ചോദ്യം ചെയ്യാൻ ഒരു അർഹതയും ഈ മാധ്യമ പ്രവർത്തകന് ഇല്ല എന്ന് മാത്രമല്ല, ഈ നടിയുടെ ഉയരത്തെക്കുറിച്ച് സംസാരിക്കേണ്ട യാതൊരുവിധ കാര്യവും അവിടെ ഇല്ല. അതിനെതിരെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗൗരി കിഷൻ എതിർത്തത്. അതിനെ തന്നെയാണ് എതിർക്കേണ്ടതും. മറ്റേത് ഇതിനോട് ചേർന്ന് അവർക്ക് വിഷമമായിട്ടുണ്ടാവാം. ഇങ്ങനെ ഈ ഉയരത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെ അധികം ഒന്നും തന്നെ നമ്മുടെ ഈ മാധ്യമങ്ങൾ പറയുന്നില്ല. അത് പറയാത്തത് ഒരുപക്ഷെ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി ഒരു MLA ഉയരത്തെ കുറിച്ച് ബോഡി ഷേമിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പല മാധ്യമങ്ങളും മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്തിട്ട് മുഖ്യമന്ത്രിക്ക് ആ പറഞ്ഞതിൽ തെറ്റില്ല എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്ത പല മാധ്യമങ്ങളും നമ്മുടെ കേരളത്തിലുണ്ട്. അതേ മാധ്യമങ്ങൾ തന്നെയാണ് ഇപ്പോൾ ബോഡി ഷേമിംഗ് ചെയ്തു, ഇങ്ങനെ ഒരു ഭാരം ചോദിച്ചതിനാണ് ബോഡി ഷേമിംഗ് നടത്തിയത് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. എന്തായാലും ആ ഒരു സിനിമയുടെ പ്രൊമോഷൻ നടക്കുന്ന ഹാളിൽ വെറും ആണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സ്ത്രീയായിട്ട് ആ ഗൗരി കിഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും, ഇങ്ങനെ ഇവർ ഏകദേശം ഒരു 10 മിനിറ്റോളം ഈ ഒരു തർക്കം നീണ്ടു നിൽക്കുന്ന വേളയിൽ ഈ ആദിത്യ മാധവനും അതിന്റെ സംവിധായകനും ഇവരെ മെന്റലി സപ്പോർട്ട് കൊടുത്തില്ല എന്ന് പറയുന്നത് വലിയ ഒരു തെറ്റ് തന്നെയാണ്. അത് അവരുടെ വീഴ്ചയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ ഒരു സംഭവത്തെ തുടർന്ന് മുത്തുമഴ പാടി തിരിച്ചു വന്ന പ്രിയ ഗായിക നമ്മുടെ ചിന്മയി ഇതിനെ ശക്തമായി എതിർത്ത് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അവർക്ക് വലിയൊരു സപ്പോർട്ട് തന്നെയാണ്. അതിന്റെ താഴെ ഇതിന്റെ നടൻ ഈ ആദിത്യ മാധവൻ പറയുന്നത്, കമന്റ് ഇട്ടത്, എനിക്ക് ഇത്രയും ഒരു എക്സ്പീരിയൻസിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്, ഞാൻ മണ്ടടിച്ചു പോയി, എനിക്കൊന്നും പറയാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ ന്യായീകരണമായിട്ട് വരുന്നുണ്ട്. എന്തായാലും ഗൗരി കിഷൻ കാണിച്ചത് വലിയൊരു ധൈര്യം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം ഇവിടത്തുള്ള മാധ്യമ പ്രവർത്തകർ ചെയ്യുന്ന മറ്റൊരു ഉളത്തരം എന്താണെങ്കിൽ, ഇവിടെ ഇതിനേക്കാൾ അപ്പുറമായി ബോഡി ഷെയ്മിങ് നടത്തുകയും ചെയ്യുന്ന, ബോഡി ഷെയ്മിങ് മാത്രമല്ല, സ്ത്രീകൾ തുണിയില്ലാത്ത ഭാഗങ്ങൾ എവിടെയൊക്കെയാണ് അത് മാത്രം ഫോക്കസ് ചെയ്ത് മൊബൈൽ പകർത്തി കണ്ടന്റ് ആക്കി ഇടുന്ന ഒരു നെറികെട്ട നായ ഉണ്ട് കേരളത്തിൽ. ആ ചാനലിന്റെ പേര് നീലക്കുയിൽ എന്നാണ്. ആ പരനാറിക്ക് നല്ല മാധ്യമ പ്രവർത്തകനുള്ള അവാർഡ് കൊടുത്ത നാടാണ് കേരളം എന്നുകൂടി നമ്മൾ ഓർക്കണം. അതൊന്നും കാണാതെ, അതിനെയൊന്നും യാതൊരു നിയന്ത്രണവും വരുത്താതെ ഇത്തരത്തിലുള്ള അന്യ സംസ്ഥാനങ്ങളിൽ
നടക്കുന്ന കാര്യത്തെ ഉയർത്തിപ്പിടിച്ച് അതിനെ വലിയ രീതിയിൽ ചർച്ചയാക്കുന്ന ഈ പറയുന്ന മാധ്യമങ്ങൾ ആരും തന്നെ ഈ നീലക്കുയിൽ പോലെയുള്ള പരനാറികളെ കാണാതെ പോകുന്നതും വലിയ ഒരു എന്താ പറയുക വലിയൊരു അവസ്ഥയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.